പ്രിയ സഹോദരങ്ങളെ, കേരളത്തിൽ നിന്ന് ഏതാണ്ട് 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് നടന്ന ഒരു കൂട്ടബലാത്സംഗം, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണവും അത് ഈ രാജ്യത്തിൻ്റെ കുറച്ച് നിയമങ്ങളും തന്നെ മാറ്റാൻ കാരണമായതും, കൂടാതെ ഈ കേസ് എങ്ങനെയാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിക്കുന്നത് എന്നും, അതുകൂടാതെ ഇത് ഈ രാജ്യത്തുണ്ടാക്കിയ സോഷ്യൽ ഇമ്പാക്റ്റുകൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വർഷം 2012 ജൂലൈ 16-ാം തീയതി, സമയം രാത്രി 10 മണി. ദക്ഷിണ ഡൽഹിയിലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ വെച്ച് വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് വിധേയമാകുന്നു. ശേഷം ആ പെൺകുട്ടിയെ അതിമാരകമായി മർദ്ദിച്ച് അവശനാക്കി ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നു. പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിനെയും ഇതുപോലെ തന്നെ ബസ്സിൽ വെച്ച് അതിമാരകമായി മർദ്ദിച്ച് ബസ്സിന് പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഞാൻ ഈ പറഞ്ഞ കേസ് ഇന്ത്യ രാജ്യം ഒട്ടാകെ പിടിച്ചു കുലുക്കിയ നിർഭയ കേസിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പിറ്റേ ദിവസം വഴിയരികിൽ ചോരയിൽ കുളിച്ച് അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ഈ പെൺകുട്ടിയെ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മികച്ച ചികിത്സയ്ക്ക് വേണ്ടി പിന്നീട് ഈ പെൺകുട്ടിയെ സിംഗപ്പൂരിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അധികം വൈകാതെ അവിടെ വെച്ച് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 6 പ്രതികളെയും പോലീസ് പിടികൂടിയെങ്കിലും വാർത്തയറിഞ്ഞ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും സംഘടിച്ചെത്തി. അക്ഷരാർത്ഥത്തിൽ പിറ്റേ ദിവസം മുതൽ ഡൽഹിയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ സമരത്തിന്റെ തീച്ചുളയിലേക്ക് എറിയപ്പെട്ടു. രാജ്യത്ത് അതീവ സുരക്ഷയുള്ള രാഷ്ട്രപതി ഭവനിലേക്ക് പോലും ആയിരക്കണക്കിന് സർവകലാശാല വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ എത്തി രാഷ്ട്രപതി ഭവനിലേക്ക് തള്ളിക്കയറാൻ വരെ ശ്രമം നടത്തി. വിദേശ പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഇത് വളരെ വലിയ വാർത്തയായി. അക്ഷരാർത്ഥത്തിൽ ഡൽഹിയിലെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ പോലും സ്തംഭിച്ചു. ഈ കേസിന്റെ വിചാരണ കാലയളവിൽ കേസിലെ പ്രതികളിൽ ഒരാളായ രാം സിംഗ് തിഹാർ ജയിലിൽ ആത്മഹത്യ ചെയ്തുവെങ്കിലും പ്രായപൂർത്തിയാകാത്ത ഒരാളൊഴികെ ബാക്കി 4 പ്രതികളെയും തിഹാർ ജയിലിൽ വെച്ച് 7 വർഷത്തിന് ശേഷം തൂക്കിലേറ്റി. ഡൽഹിയിലെ സമരത്തിന് തൊട്ട് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരും പ്രതീക്ഷിക്കാതെ തന്നെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഭരണത്തിലേറി. ഞാൻ ഇതൊക്കെ പറഞ്ഞത് നിർഭയ കേസിന്റെ കാഠിന്യം പറയാൻ വേണ്ടി മാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ നിർഭയ കേസ് ഇത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞത്. ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പല ആളുകളുടെ സംസാരത്തിലും പലപ്പോഴും ഞാനൊക്കെ കേൾക്കാറുണ്ട്, ഒരു പെണ്ണിനെ നോക്കിയാൽ കേസാവും, തൊട്ടാൽ ജാമ്യമില്ല, ഒരു പെണ്ണൊരു പരാതി കൊടുത്താൽ പിറ്റേ ദിവസം മുതൽ നമ്മൾ പിന്നെ കാലാകാലം അകത്ത് കിടക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള പല സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ ഇടവരാറുണ്ട്. ഈ പറഞ്ഞത് പൂർണ്ണമായി ശരിയല്ലെങ്കിൽ പോലും ഈ പറഞ്ഞതിനടുത്തേക്ക് ഈ കേസുകളുടെ ഗൗരവമൊക്കെ എത്തിച്ചതിന്റെ പിന്നിൽ വളരെ വലിയ പങ്കുവഹിച്ച ഒരു കേസ് കൂടിയാണ് നിർഭയ കേസ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ശരിക്കും 2012 നിർഭയ കേസിന് മുമ്പ് സ്ത്രീകൾക്കെതിരായ അതീവ ഗുരുതരമല്ലാത്ത ബാക്കി എല്ലാ കേസുകൾക്കും ജാമ്യം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ആ ജാമ്യം റദ്ദാകുന്നത് തന്നെ നിർഭയ കേസിന് ശേഷമാണ്. ഇതിന്റെ പ്രധാന കാരണം നിർഭയ കേസിന് ശേഷം രാജ്യത്തുടനീളം പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾക്ക് വളരെ കടുത്ത ശിക്ഷ വേണമെന്ന് പല ഭാഗത്തു നിന്നും പല സാമൂഹ്യ പ്രവർത്തകരെടുത്തുനിന്നും പത്രക്കാരെടുത്തുനിന്നും ഒക്കെ മുറവിളി ഉയർന്ന സന്ദർഭത്തിൽ അന്ന് കേന്ദ്ര ഗവൺമെന്റ് ബഹുമാന്യനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന JS വർമ്മയെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു സമിതി രൂപീകരിക്കുകയും ഈ JS വർമ്മയുടെ നേതൃത്വത്തിലുള്ള സമിതി മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് IPCയിലെ 354 വകുപ്പിനൊക്കെ ജാമ്യം ഇല്ലാതാക്കി മാറ്റിയത് എന്നുള്ളത് കൂടി നമ്മൾ ഇതിന്റെ കൂടുതൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിർഭയ കേസ് വേറെയും ചില മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് 18 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഏതൊരു കുട്ടിയും എത്ര ഗൗരവമുള്ള കുറ്റം ചെയ്താലും ആ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ ഹാജരാക്കി അത് കുറ്റം തെളിഞ്ഞാൽ തന്നെയും ആ കുട്ടിക്ക് ഏറ്റവും ചെറിയ പണിഷ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനുശേഷം
18 വയസ്സിനും 16 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു കുട്ടി അതീവ ഗുരുതരമായ ഒരു കുറ്റം ചെയ്താൽ സാധാരണ മുതിർന്ന ആളുകളെ കോടതിയിൽ ഹാജരാക്കി വിചാരണ ചെയ്യുന്ന പോലെ തന്നെ വിചാരണ ചെയ്ത് ആ മുതിർന്ന ആളുകൾക്ക് കൊടുക്കാവുന്ന ശിക്ഷ തന്നെ വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ള പ്രൊവിഷൻ കൂടെ എഴുതി ചേർക്കപ്പെട്ടതും അങ്ങനെ നിയമത്തിൽ ഒരു മാറ്റം വരികയും ചെയ്തത് നിർഭയ കേസിന് ശേഷമാണ്. ഡൽഹിയിലെ ഈ പെൺകുട്ടിയോടുള്ള ഈ ക്രൂരതയിൽ ഏറ്റവും ബ്രൂട്ടലായി ആ പെൺകുട്ടിയോട് പെരുമാറിയതും പ്രായപൂർത്തിയാകാത്ത കുട്ടിയായിരുന്നു എന്നുള്ളതാണ് ഈ നിർഭയ കേസിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതിനുശേഷം IPC പൂർണ്ണമായി മാറി BNS മാറിയപ്പോൾ വെറും ഒരു നോർമൽ കേസായി മാത്രം മുന്നോട്ട് പോയിരുന്ന സെക്ഷൽ ഹറാസ്മെന്റിന് പോലും ജാമ്യമില്ലാ വകുപ്പാക്കി മാറ്റുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടായി. ഭാരതീയ ന്യായ സംഹിതയിലെ 75-ാം വകുപ്പായ സെക്ഷൽ ഹറാസ്മെന്റിൽ പറയുന്നത് 4 കുറ്റങ്ങളെ കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അസ്വീകാര്യമായതും പ്രത്യക്ഷത്തിൽ ലൈംഗിക സ്വഭാവത്തോടു കൂടിയുള്ളതുമായ ശാരീരിക സമ്പർക്കങ്ങൾ അടങ്ങിയ പ്രവർത്തനങ്ങളാണ്. അതായത് നമ്മളെ പച്ചമലയാളത്തിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ബസ്സിലും ട്രെയിനിലും തിരക്കുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള തട്ടുക മുട്ടുക ഒക്കെ ചെയ്യുന്ന ഈ വകുപ്പിന് പോലും ഈ അടുത്ത കാലത്തായിട്ട് BNS വന്ന സമയത്ത് ജാമ്യമില്ലാ വകുപ്പാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യത്തിൽ പാർലമെന്റും നിയമസഭയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഒക്കെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടിട്ടാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന 3-4 നിയമങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് നിങ്ങൾക്കൊക്കെ അറിയാം, SC/ST അട്രോസിറ്റീസ് ആക്ട്, അതായത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം. അത് മോശമല്ലാത്ത തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. കൂടെ സ്ത്രീ പീഡന നിരോധന നിയമങ്ങളും അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഗാർഹിക പീഡന നിരോധന നിയമവും പോക്സോ ആക്ടും ഇത് അത്യാവശ്യം വ്യാപകമായി തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കേസുകളും മിസ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വ്യാജ കേസാണ് എന്നല്ല, പക്ഷെ മോശമല്ലാത്ത തരത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട തരത്തിൽ ഫാബ്രിക്കേറ്റഡ് കേസുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് പേഴ്സണലായി അറിയാവുന്നത് കൂടി ഞാനിവിടെ പങ്കുവെക്കാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ട്രെയിൻ യാത്രക്കിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ സമയത്ത് ബാഗ് എടുക്കുന്ന സമയം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയുമായി ഈ ബാഗ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം ഉണ്ടായത് പിന്നീട് പീഡനക്കേസായി മാറിയ അവസ്ഥ അതും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോവിഡ് കാലത്ത് പറയുന്നത് പോലെ ഭയം വേണ്ട, ജാഗ്രത മതി എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരോടും പറയാനുള്ളത്.